പിണറായി വിജയൻ ചെയ്യുന്ന സർക്കാരാണ്. ഇവിടെ ഒരു ഫയലോ ഒരു ഈച്ചയോ നീങ്ങാൻ പിണറായി വിജയൻ്റെ അനുവാദമില്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്, രാഷ്ട്രീയ ബാക്കിംഗ് ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്ന ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കണം. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നല്ലേ. ഇത് മാധ്യമ സുഹൃത്ത് അവരുടെ പ്രഷറും കോർട്ടിൻ്റെ നിലപാടും അവരുടെ ഇടപാടും അതുകൊണ്ടല്ലേ ഈ സത്യം ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പിൽ വരുന്നത്. ഇനിയും പുറത്ത് വരാനുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. അന്നത്തെ ദേവസ്വം മന്ത്രിയെ കടകംപള്ളിക്ക് നോട്ടീസ് പോയിട്ടുണ്ട് അവസാനം. നോക്കൂ, ഞാൻ അതിന് പേരൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞത് ഇത് സർക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. സർക്കാരിൽ മന്ത്രിമാരാണോ മുഖ്യമന്ത്രിയാണോ ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതാണ് ഏത് സാധാരണക്കാരോട് ഇന്ന് ചോദിച്ചാൽ, വിശ്വാസിയോട് ചോദിച്ചാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ അവർ മറുപടി നിങ്ങൾ ഒന്ന് കേൾക്കൂ. എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൽ ഒരു മുഖ്യമന്ത്രിൻ്റെ അനുവാദമില്ലാണ്ട് ഒരു ഫയൽ ഈ ടേബിളിൽ നിന്ന് ആ ടേബിൾ മൂവ് ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിൻ്റെ സർക്കാരിൽ വലിയ വലിയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഒരു സംശയമില്ല. കേന്ദ്രത്തെ സമീപിക്കുമോ BJP ഇത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യമായിട്ട്? ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ആദ്യം തന്നെ പറഞ്ഞല്ലേ. ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഹോം മിനിസ്റ്ററിന് എഴുതിയിട്ടുണ്ട്. ഇത് 10-15 ദിവസം മുമ്പ് പറഞ്ഞതല്ലേ അത് ഞങ്ങൾ. അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ശരി.